ഗുഡ് മോർണിംഗ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂള് തുടങ്ങി നമ്പർ തിയറി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ 6 മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഇപ്പോൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യം എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അത് 1ന് ട്രൂ ആന്ന് കാണിക്കും. പിന്നെ കെക്ക് ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് k+1 ട്രൂ ആന്ന് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണെന്നാണ്. അങ്ങനെയാണ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഇൻഡക്ഷൻ തന്നെ പല രീതിയുണ്ട്. വീക്ക് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് പല ടൈപ്പ് ഇൻഡക്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ആദ്യം ഒരു വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു സംഭവം പഠിക്കുന്നുണ്ട്. അപ്പൊ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി, അതായത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ ഏത് നോൺ എംപ്റ്റി സെറ്റിനും ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തുടങ്ങിയാണ് വരിക? 1 തൊട്ട് പിന്നെ അങ്ങോട്ട് പോകും. അത് ആക്ച്വലി നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ അത് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n എന്ന് പറഞ്ഞാലും മതി. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ വരും. പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 തൊട്ട് മുകളിലേക്കാണ് പോവുക. അതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 തുടങ്ങിയുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n എന്ന് പറഞ്ഞാലും മതി. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് n ഹാസ് എ ലീസ്റ്റ് എലമെന്റ്. എന്നിന്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ഇനി അതിനെ മാത്തമാറ്റിക്കൽ ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ S എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് n ആണ്, സച്ച് ദാറ്റ് S നോൺ എംപ്റ്റി ആണ്, S നോട്ട് ഈക്വൽ ടു 5 ആണ്. Then there exists ഒരു m belongs to S such that m less than or equal to k for every k element of S. അതായത് ഏത് k S-ലത്തെ ഏത് എലമെന്റ് k എടുത്താലും അതിനേക്കാളൊക്കെ ചെറിയ ഒരു m നമുക്ക് S-ല് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് S-ലുള്ള എലമെന്റ്സിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ എലമെന്റ്, അതാണ് ലീസ്റ്റ് എലമെന്റ്. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസും ഓരോ സംഭവങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഓരോ റിസൾട്ടുകളും തിയറംസും ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ തിയറംസും ലെമ്മയും അല്ലെങ്കിൽ ഇങ്ങനെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ ഓരോന്ന് പഠിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ആണ്. അതിപ്പോ ഓർഡറിൽ തന്നെ വേണമെന്നില്ല. ഇപ്പൊ 10, 11, 12 അങ്ങനെയൊന്നും വേണമെന്നില്ല. ഒരു സബ്സെറ്റ് ആയാൽ മതി, നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ് ആയാൽ മതി. അപ്പൊ S എന്ന് പറയുന്നത് സെറ്റ് 10, 12, 5, 7, 9. അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ എലമെന്റ് 5 അല്ലേ? 5 എടുത്തു കഴിഞ്ഞാൽ 5 ബാക്കി എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ്. അപ്പൊ അതാണ് ലീസ്റ്റ് എലമെന്റ്. ഇപ്പൊ വേറെ ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മള് 7 എടുത്തു. 7 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലീസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാളും ചെറുതാണ് 5. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഏത് k എടുത്താലും എല്ലാ k-നേക്കാളും ചെറുതായിരിക്കണം ഇത്. അപ്പൊ 7-നോ 9-നോ അങ്ങനെ ആവാൻ പറ്റില്ല. ഏറ്റവും ചെറുത് 5 ആണ്. ഓക്കെ, ഇങ്ങനെ ഏത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് സബ്സെറ്റ് നോൺ എംപ്റ്റി എടുത്താലും ഒരു ലീസ്റ്റ് എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. കാരണം പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ എലമെന്റ് ഏതാന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പൊ 1 തുടങ്ങിയാണെങ്കിൽ 1 ആണ് ഏറ്റവും ചെറുത്. അല്ലെങ്കിൽ ഇപ്പോ ഒരു 10 തുടങ്ങി 20 വരെ എടുക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10. നമുക്ക് ലീസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് താഴേക്കാണ് കുറഞ്ഞു പോണത്. അതായത് ഈ സെറ്റ് തന്നെ എല്ലാം നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അതായത് -10, -12, -5, -7, -9 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഇവിടെ -12 ആണ് വരിക. കാരണം -5 ഒക്കെ വലുതാണ്, താഴേക്കാണ് ചെറുതായിട്ട് പോണത്. മൈനസ് നമ്പറുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നമ്പർ -1 ആണ്. അതിനേക്കാളും ചെറുതാണ് -2, അതിനേക്കാളും ചെറുതാണ് -3, എക്സെട്ര. അങ്ങനെ താഴേക്കാണ് ചെറിയ നമ്പർ പോവുക. അപ്പൊ നമ്മൾ നോൺ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലീസ്റ്റ് എലമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അതായത് താഴേക്ക് ഇപ്പൊ എത്ര വരെ നമ്പേഴ്സ് പോകും നമുക്ക് അറിയില്ലല്ലോ. -1, -2, -3 എന്നും പറഞ്ഞിട്ട് ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി വരെ പോവാണ്. അപ്പൊ അതിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം പോസിറ്റീവിന്റെ ആണെങ്കിൽ നമ്പേഴ്സ് കൂടിയാ വരണേ. 1, 2, 3 എന്ന് പറഞ്ഞ് മുകളിലേക്കാ പോണേ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 ആണ് ചെറുത്. അതുപോലെ ഇങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറുത് കണ്ടുപിടിക്കാൻ പറ്റും. വലിയത് ഏതാന്ന് ചോദിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. കാരണം കൂടി വരണം, ഇൻഫിനിറ്റി വരെ പോകും. അപ്പൊ അതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. ലീസ്റ്റ് എലമെന്റ് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് നമ്പേഴ്സ് ഫുൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലീസ്റ്റ് നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് മാത്രമേ ഇങ്ങനത്തെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതാണ് അപ്പോ എന്തുകൊണ്ടാണ് നെഗറ്റീവ് നമ്പേഴ്സിന് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ലീസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കാരണം താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. -ഇൻഫിനിറ്റി വരെ പോകും. ഓക്കെ, ഇനി നമ്മൾ ഈ റിസൾട്ട് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്യാണ്. പ്രൂവ് ദാറ്റ് there is no positive integer between 0 and 1. 0ന്റെയും 1ന്റെയും ഇടയിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഒന്നും ഇല്ല. അതിപ്പോ നമുക്ക് അറിയാം. 0ന്റെയും 1ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് 1/2, 1/3 അങ്ങനത്തെ ഫോമാണ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനത്തെ നമ്പേഴ്സ്. അങ്ങനെ 0ന്റെയും 1ന്റെയും ഇടയിൽ ഇല്ല നമുക്കറിയാം. അത് നമ്മളൊരു പ്രൂഫ് കൊടുക്കുകയാണ്. അത് ഈ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഒരു പ്രൂഫായിട്ട് പറയണത്. ഓക്കെ, നമ്മൾ ഈ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിചാരിക്കുകയാണ് 0ന്റെയും 1ന്റെയും ഇടയിൽ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ എ ആണെന്ന് വിചാരിക്കുകയാണ്. എ എന്ന് പറയുന്നതാണ് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ കളക്ഷൻ എടുക്കുകയാണ്. അതായത് എസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ n belongs to z plus such that 0 less than n less than 1. അതായത് 0ക്കും 1നും ഇടയിലുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ കളക്ഷൻ ആണ് എസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 0ക്കും 1നും ഇടയിലുള്ള ഒരു പോസിറ്റീവ് നമ്പർ ആണ് എ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എ ഈ സെറ്റിൽ വരുമല്ലോ. ഈ സെറ്റിൽ വരണമെങ്കിൽ എന്താണ്? 0ക്കും 1നും ഇടയിലുള്ള പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പൊ എ ഈ സെറ്റിൽ ഉണ്ട്. അപ്പൊ എ എസിലുള്ള കാരണം എ നോൺ എംപ്റ്റി ആണ്. ഒരേ എലമെന്റ് എങ്കിലും ഉണ്ടല്ലോ. അപ്പോ ഇത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരിക. അപ്പോ ഇത് നോൺ എംപ്റ്റി ആണ്. അപ്പൊ നമ്മുടെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരം ഇതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എൽ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. നമ്മൾ എൽ എന്ന് വിളിച്ചു. അപ്പൊ എല്ലിന്റെ പ്രത്യേകത എന്താണ്? അത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. 0 ലെസ് ദാൻ L ലെസ് ദാൻ 1. ഇനി ഇതിനെ നമ്മൾ L വെച്ചിട്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 0 ലെസ് ദാൻ L² ലെസ് ദാൻ L എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ആവുമ്പോൾ ഈ L എന്ന് പറയുന്നത് ലെസ് ദാൻ 1 അല്ലേ? അപ്പൊ നമുക്ക് കിട്ടും 0 ലെസ് ദാൻ L² ലെസ് ദാൻ L ലെസ് ദാൻ 1. അപ്പൊ നമുക്ക് ആക്ച്വലി 0 ലെസ് ദാൻ L² ലെസ് ദാൻ 1. അപ്പൊ L² നമുക്ക് S ഉണ്ടെന്ന് കിട്ടും. പക്ഷേ L² ലെസ് ദാൻ L അല്ലേ? അപ്പോ നമ്മൾ വിചാരിച്ചത് എന്താണ്? ഇതിലെ ലീസ്റ്റ് എലമെന്റ് L എന്നാണ്. അതായത് ഉള്ളതിൽ ഈ എലമെന്റ് ഇതിലുള്ള എല്ലാ എലമെന്റ്സിലും വെച്ചിട്ട് ഏറ്റവും ചെറുത് L ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടി L-നേക്കാളും ചെറിയൊരു എലമെന്റ് S ഉണ്ടെന്ന് കിട്ടി. അപ്പൊ അത് കോൺട്രഡിക്ഷൻ ആയില്ലേ? അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് പറയാൻ പറ്റില്ല. 0ക്കും 1നും ഇടയിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഒന്നും ഇല്ല എന്ന് കിട്ടും. ആക്ച്വലി L² ഗ്രേറ്റർ ദാൻ L ആണ് വരിക. പക്ഷെ 0ക്കും 1നും ഇടയിലാവുമ്പോ L² എന്ന് പറയുന്നത് L-നേക്കാളും താഴെയാവും. അത് നിങ്ങൾ ഓരോ നമ്പേഴ്സ് ഇട്ട് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ 1/2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2ന്റെ സ്ക്വയർ 1/4 ഇത്രയും കൂടെ ചെറുതാവുക ചെയ്യുന്നത്. അതുപോലെയാണ് 1/3യുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 1/9 കുറയാണ് വരിക. അതേസമയം നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2ന്റെ ഒക്കെ ആണെങ്കിൽ 4 അത് കൂടുകയാണ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ആണെങ്കിൽ ഇപ്പൊ -2ന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 4 അത് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ L² ഗ്രേറ്റർ ദാൻ L ആണ്. പക്ഷെ 0ക്കും 1നും അതായത് റാഷണൽ നമ്പേഴ്സ് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ L² ലെസ് ദാൻ L ആണ്. ഓക്കെ, അപ്പോ 0ക്കും 1നും ഇടയിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഒന്നും ഇല്ല. നമ്മൾ പ്രൂവ് ചെയ്തത് അങ്ങനെ ഒരെണ്ണുണ്ട്. കോൺട്രഡിക്ഷൻ മെത്തേഡ് ആണ്. അങ്ങനെ ഒരെണ്ണുണ്ടെന്ന് വിചാരിച്ചു. ഇനി അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആയിട്ട് ഈ സെറ്റ് എടുത്തു. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ എലമെന്റ് ഈ സെറ്റിൽ ഉണ്ട്, നോൺ എംപ്റ്റി ആണ്. അപ്പൊ നമ്മുടെ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം ലീസ്റ്റ് എലമെന്റ് ഉണ്ട്.
0 ലെസ് ദാൻ L ലെസ് ദാൻ 1, L വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ L സ്ക്വയർ എസ്സിൽ ഉണ്ടെന്ന് കിട്ടും. പക്ഷെ L സ്ക്വയർ ലെസ് ദാൻ L ആണ്. അപ്പോ നമ്മൾ L ലീസ്റ്റ് എലമെന്റ് ആണെന്ന് പറയണതിന് കോൺട്രഡിക്ഷൻ ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് 0ന്റെയും 1ന്റെയും ഇടയിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അത് നമ്മൾ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇപ്പൊ പ്രൂവ് ചെയ്തത്. കാരണം വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരമാണല്ലോ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റിയത്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. Prove that every non-empty set of non-negative integers has a least element. അതായത് നമ്മൾ പറഞ്ഞത് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനായിരുന്നു. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ 0യും കൂടെ ഉൾപ്പെടാം ആ സെറ്റില്. 0 തൊട്ട് 1, 2 എക്സെട്ര. നമ്മൾ അതിന്റെ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയാ, ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ആ സെറ്റ് സബ്സെറ്റുകളാണ് നമ്മൾ എടുക്കണേ. അപ്പൊ ചിലപ്പോ 0 ഉണ്ടാവാം, അല്ലെങ്കിൽ 0 ഉണ്ടാവില്ല. മൊത്തം സെറ്റ് നമ്മള് 0, 1, 2, 3 എക്സെട്ര അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്രൂഫ് ബൈ കേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടാ നമ്മൾ ഓരോ തിയറം പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചു, ഇവിടെ പ്രൂഫ് ബൈ കേസ് ആണ് ഉപയോഗിക്കുന്നത്. 2 കേസ് ആയിട്ടാണ് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇനി ആദ്യത്തെ കേസ് 0 എസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ 0 പിന്നെ ബാക്കി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 1, 2 എക്സെട്ര അതിനെ എല്ലാത്തിനേക്കാളും ചെറുതാണല്ലോ 0. അപ്പൊ 0 ആണ് ഈ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ്. അപ്പൊ നമുക്ക് കിട്ടും ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് കിട്ടും. 0 ഈ സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഏത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനേക്കാളും ഒക്കെ ചെറുത് 0 ആണല്ലോ. അപ്പൊ ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തതാണ് കേസ് 2, 0 ഇല്ല എന്ന് വിചാരിക്കണം. ഇനി അപ്പോ എസ്സിലാകെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് 0 പിന്നെ ബാക്കി 1, 2, 3 അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പൊ 0 ഇല്ല എന്നുണ്ടെങ്കിൽ 1 തുടങ്ങിയുള്ളൂ, അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അത് പ്രകാരം അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ 2 കേസിലാണെങ്കിലും എസ്സിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. അതായത് ഇത് പറഞ്ഞത് 0, 1, 2, 3 എക്സെട്ര അതായത് അങ്ങനത്തെ നോൺ നെഗറ്റീവ് നമ്പേഴ്സിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടെന്നാണ്. അപ്പൊ ആദ്യം 0 ഉണ്ടെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും അവിടുത്തെ ലീസ്റ്റ് എലമെന്റ്. ഇനി 0 ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആവും, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അത് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരം അതിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. അപ്പൊ 2 കേസിലാണെങ്കിലും ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പല ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻസ് നോക്കാം. ഇത് അതിന്റെ വീക്ക് വേർഷൻ ആണ്. ഇത് നമ്മൾ സ്ട്രോങ് വേർഷൻ ഒക്കെ പഠിക്കും, ഇത് ആദ്യം വീക്ക് ആണ്. അപ്പൊ ഒരു തിയറാണ്. Theorem 1. Let S be set of positive integers satisfying the following property. S എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഈ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 എന്ന് പറയുന്നത് എസ്സിലുണ്ട്. If k is an arbitrary positive integer in S, then k plus 1 belongs to S. k ഉണ്ടെങ്കിൽ k plus 1 ഉണ്ട്. അപ്പോൾ then S equal to n ആയിരിക്കും. അതായത് S എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. 1 ഉണ്ട്, ഇനി k ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ k plus 1 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയായിരിക്കും ആ സെറ്റ്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. നമുക്ക് S equal to n എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് അങ്ങനെയല്ല, S not equal to n ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു S dash എന്ന് പറഞ്ഞ സെറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. S dash equal to set of all n belongs to n such that n not belongs to S. അതായത് n ആണ് ഏറ്റവും നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഏറ്റവും വലുത്, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് S. ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ എസ്സിൽ ഇല്ലാത്തതും എന്നാൽ എന്നിൽ ഉള്ളതുമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതായത് എസ്സിൽ ഇല്ലാത്ത കുറച്ച് എലമെന്റ്സ് എന്നിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സെറ്റാണ് S dash എന്ന് പറയുന്നത്. അപ്പൊ S dash നോൺ എംപ്റ്റി ആണ്, കാരണം S നോട്ട് ഈക്വൽ ടു n ആയതുകൊണ്ട് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും എന്നിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് S dash നോൺ എംപ്റ്റി ആണ്. അപ്പൊ നമ്മുടെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് S dashും എന്നിന്റെ സബ്സെറ്റ് തന്നെയാണ്, നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അപ്പൊ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടായിരിക്കും, L dash നമ്മൾ വിളിച്ചു. ഇനി ഇതില് കണ്ടീഷൻ പറഞ്ഞേക്കണത് 1 എന്ന് പറയുന്നത് എസ്സിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എസ്സിൽ ഉണ്ടെങ്കിൽ അത് S dashൽ ഉണ്ടാവില്ല, കോംപ്ലിമെന്റ് സെറ്റ് ആയിട്ടാണ് വരിക. എസും S dashും കൂടെ ഒന്നിച്ചെടുത്താലാണ് n കിട്ടുക. അപ്പൊ 1 എസ്സിലുള്ള കാരണം കൊണ്ട് 1ന് S dashൽ ഉണ്ടാവാൻ പറ്റില്ല.
അപ്പൊ ലീസ്റ്റ് എലമെന്റ് ആണല്ലോ എൽ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ എൽ ഡാഷ് 1 ആവില്ല, 1നേക്കാളും വലിയ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മള് എൽ ഡാഷ് എന്ന് പറയുന്നത് ലീസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് തന്നെ അതിലും ചെറിയ നമ്പേഴ്സ്, അതായത് അതിനേക്കാൾ ചെറിയ നമ്പർ ആണല്ലോ എൽ ഡാഷ് -1 എന്ന് പറയുന്നത്, അത് എസ് ഡാഷിൽ ഉണ്ടാവില്ല. അപ്പൊ അത് എസ് ഡാഷിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എസിലായിരിക്കും ഉണ്ടാവുക, കാരണം അതിന്റെ കോംപ്ലിമെന്റ് സെറ്റ് ആണ്. അപ്പൊ അത് എസിലുണ്ട്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? കെ ഉണ്ടെന്നുണ്ടെങ്കിൽ k+1 ഉണ്ട്. അപ്പൊ ഇത് കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡാഷ് -1 ഉണ്ട്. അപ്പൊ എൽ ഡാഷ് -1 +1 ഉണ്ടായിരിക്കും, അതായത് എൽ ഡാഷ് എസിൽ ഉണ്ട് 30. പക്ഷെ നമ്മൾ എൽ ഡാഷ് എസിൽ ഇല്ല, എൽ ഡാഷ് എസ് ഡാഷിലാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ ആയി. അപ്പൊ അതുകൊണ്ട് എസ് എന്നിനോട് ഈക്വൽ ആണ്. ഓക്കെ, എന്തായിരുന്നു തിയറം പറഞ്ഞിരുന്നത്? എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണ്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. 1 എസിലുണ്ട്, കെ എസിലുണ്ടെങ്കിൽ k+1 എസിലുണ്ട്. ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് അങ്ങനെയെല്ലാം വിചാരിക്കുന്നു, എസ് എന്നല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്തായാലും എസിൽ ഇല്ലാത്തതും എന്നാൽ എന്നിലുള്ളതുമായ എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സെറ്റാണ് എസ് ഡാഷ് എന്ന് പറഞ്ഞത്. എസ് ഡാഷ് അപ്പൊ നോൺ എംപ്റ്റി ആണ്, കാരണം ഇത് നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു എലമെന്റ് എങ്കിലും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് ഇത് നോൺ എംപ്റ്റി ആണ്. അപ്പൊ നമ്മുടെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരം ഇതിന് ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്, എൽ ഡാഷ്. ഇനി എസ് ഡാഷും എസും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്, അതായത് കോമൺ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ കാരണം ഇത് എസിൽ ഇല്ലാത്ത എലമെന്റ്സുകളാണ്, അപ്പോ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് എസിൽ ഉണ്ട് എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ 1 എന്ന് പറയുന്നത് എസ് ഡാഷിൽ ഉണ്ടാവില്ല. അപ്പൊ എൽ ഡാഷ് ആണല്ലോ ഏറ്റവും ചെറിയ എലമെന്റ്. അപ്പൊ ഏറ്റവും ചെറിയ എലമെന്റ് 1 അല്ല, 1നേക്കാളും വലിയ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇത് ഏറ്റവും ചെറിയ എലമെന്റ് ആയതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള നമ്പേഴ്സ് ഒന്നും ഈ എസ് ഡാഷിൽ ഉണ്ടാവില്ല. അപ്പൊ എൽ ഡാഷ് -1 എന്ന് പറയുന്നത് എന്തായാലും എൽ ഡാഷിനേക്കാളും ചെറിയ നമ്പർ ആണ്. അപ്പൊ അത് എസ് ഡാഷിൽ ഉണ്ടാവില്ല. എസ് ഡാഷിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ അത് എസിലായിരിക്കും ഉണ്ടാവുക. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയണത് കെ ഉണ്ടെങ്കിൽ k+1 ഉണ്ടെന്നാണ്. അപ്പൊ ഇത് കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എൽ ഡാഷ് -1 ഉണ്ടെങ്കിൽ എൽ ഡാഷ് -1 +1 എസിൽ ഉണ്ടായിരിക്കും, അതായത് എൽ ഡാഷ് എസിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എൽ ഡാഷ് എസിലും എൽ ഡാഷ് എസ് ഡാഷിലും ഉണ്ടെന്ന് കിട്ടി. അതൊരു കോൺട്രഡിക്ഷൻ ആണ്, കാരണം എസിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ് എസ് ഡാഷിലുള്ളത്. ഇപ്പൊ രണ്ടിലും കൂടെ ഉണ്ടെന്ന് കിട്ടി, അപ്പൊ അത് കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ എസ് നോട്ട് ഈക്വൽ ടു എൻ എന്നുള്ളതിനാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പൊ എസ് ഈക്വൽ ടു എൻ ആണ്. ഓക്കെ, ഇനി അടുത്ത തിയറം 2. ഇത് പ്രൂഫ് ഇല്ല, സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിന്റെ വേറൊരു വേർഷൻ ആണ്. ലെറ്റ് n not be a fixed integer, let s be a set of integers satisfying the following conditions. n not belongs to s if k is an arbitrary integer greater than or equal to n not such that k belongs to s, then k+1 belongs to s, then s contains all integers n greater than or equal to n not. നമ്മൾ നേരത്തെ തിയറത്തില് 1 ആയിരുന്നു എടുത്തിരുന്നത്. ഈ n not എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ തിയറം തന്നെയായി. ഇവിടെ നമുക്ക് 1 അല്ല, ഏതൊരു നമ്പർ വേണമെങ്കിലും ആവാം. n not എന്ന് പറയുന്നത് ഇപ്പൊ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം, ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ട്. 1 തന്നെ ആവണമെന്നില്ല, n not ഏതെങ്കിലും ഒരു നമ്പർ. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ സെയിം, കെ n നോട്ടിനേക്കാൾ വലിയ നമ്പർ ആണ്, കെ ഉണ്ടെങ്കിൽ k+1 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് n നോട്ടിനേക്കാളും വലിയ നമ്പേഴ്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്യും. ഈ n not 1 ആവാണെന്നുണ്ടെങ്കിൽ എന്താണ്, 1ന് മുകളിലുള്ള എല്ലാ നമ്പേഴ്സും എസ് കണ്ടെയ്ൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 എക്സെട്ര എല്ലാ നമ്പറും എസിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എൻ ആയി. സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ. ഇതിന്റെ വേറെ വേർഷൻ 1 എന്നുള്ളതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ജനറലി n not എന്നുള്ള ഒരു കണ്ടീഷൻ ആയി എന്നുള്ളൂ. ഓക്കെ, പ്രൂഫ് ഇല്ല അതിന്. ഇനി അടുത്തതാണ് തിയറം 3. അത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ്, ഇതിന് പ്രൂഫ് ഉണ്ട്. Let P of n be a statement satisfying the following condition. P of n not is true for some integer n not. If P of k is true for an arbitrary integer k greater than or equal to n not, then P of k+1 is also true. Then P of n is true for every integer n greater than or equal to n not. അതായത് തിയറം 2 തന്നെ. തിയറം 2 എന്തായിരുന്നു, അതൊരു സെറ്റ്
സെറ്റ് ആയിരുന്നു. അതായത് എസ് എന്ന് പറഞ്ഞ ഒരു സെറ്റിന്റെയാണ് നമ്മൾ ഈ കണ്ടീഷൻ പറഞ്ഞത്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അതായത് n0 എന്ന് പറഞ്ഞ ഒരു സംഖ്യക്ക് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പിന്നെ കെക്ക് ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ k+1 അത് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n0നേക്കാൾ വലിയ എല്ലാ നമ്പേഴ്സിനും ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ് പറയുന്നത്. അതിന് പ്രൂഫ് ഉണ്ട്, നോക്കാം. Let S denote set of all integers greater than or equal to n0. അതായത് n0 അല്ലെങ്കിൽ അതിന് മേലെയുള്ള ഇന്റീജേഴ്സിന്റെ കളക്ഷൻ ആണ് S, such that P of n is true. അതായത് P of n എന്ന് പറയുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, such that P of n-കൾ ട്രൂ ആണ്. n0 അല്ലെങ്കിൽ n0 മുകളിലോ ഉള്ള സംഖ്യകളുടെ കളക്ഷൻ ആണ് S. ആ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അവിടെ P of n-കളൊക്കെ ട്രൂ ആണ്. അതായത് എസ്സിലുള്ള എലമെന്റ് S എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ n greater than or equal to n0 such that P of n is true. അതാണ് S എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, ഇനി P of n0 ട്രൂ ആണെന്ന് നമുക്ക് കണ്ടീഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ n0 അല്ലെങ്കിൽ n0 മുകളിലുള്ള സംഖ്യകളാണുള്ളത്. അപ്പൊ P of n0 ട്രൂ ആയതുകൊണ്ട് തന്നെ അത് S-ൽ ഉണ്ടായിരിക്കും. ഇനി കണ്ടീഷൻ 2 പ്രകാരം k ഉണ്ടെന്നുണ്ടെങ്കിൽ k+1 S-ൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് തിയറം 2-ന്റെ കണ്ടീഷനായി. അതായത് S എന്ന് പറഞ്ഞ ഒരു സെറ്റ് n0 എന്ന് പറയുന്നത് S-ൽ ഉണ്ട്, k ഉണ്ടെന്നുണ്ടെങ്കിൽ k+1 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ S-ല് n0നേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല എല്ലാ ഇന്റീജേഴ്സും ഉണ്ടായിരിക്കും എന്നാണല്ലോ നമ്മൾ തിയറം 2 പറഞ്ഞത്. n0 ഉണ്ട്, k ഉണ്ട്, k+1 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ S contains all integers n greater than or equal to n0. അപ്പൊ അത് തന്നെ ഇവിടെ നമുക്ക് n0 P of n0 ട്രൂ ആയതുകൊണ്ട് തന്നെ അത് n0 അല്ലെങ്കിൽ n0 മുകളിലുള്ള നമ്പേഴ്സ് ആണ് S-ൽ ഉണ്ടാവുക, such that P of n ട്രൂ. അപ്പൊ ഇവിടെ n0 ഈക്വൽ ടു n0 ആണ്, P of n0 ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ അത് S-ൽ ഉണ്ട്. പിന്നെ k ഉണ്ടെന്നുണ്ടെങ്കിൽ k+1 ഉണ്ട്. അപ്പൊ തിയറം 2 പ്രകാരം S-ല് n0 മുകളിലുള്ള എല്ലാ സംഖ്യകളും ഉണ്ട്. S-ൽ ഉണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? P of n ട്രൂ ആയിരിക്കും. അപ്പൊ P of n ട്രൂ ഫോർ എവറി ഇന്റീജർ n greater than or equal to n0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് P of n0 ട്രൂ ആണ്, P of k ട്രൂ ആണെന്നുണ്ടെങ്കിൽ P of k+1 ട്രൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n0 greater than or equal to n-ന് P of n-കളെല്ലാം ട്രൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ S ആയിട്ട് n0 അല്ലെങ്കിൽ n0 മുകളിൽ n0 തുടങ്ങി n0+1 എക്സെട്ര അങ്ങനത്തെ സെറ്റ് ആണ് S, such that P of n-കളെല്ലാം ട്രൂ ആണ്. ഇനി P of n0 ട്രൂ ആണെന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ കണ്ടീഷൻ. അപ്പൊ അത് പ്രകാരം n0 തുടങ്ങിയാണല്ലോ, അപ്പൊ അത് S-ൽ ഉണ്ട്. ഇനി തിയറം 2-ന്റെ കണ്ടീഷൻ n0 ഉണ്ട്, k ഉണ്ടെങ്കിൽ k+1 ഉണ്ട്. അപ്പൊ അത് പ്രകാരം S n0 മുകളിലുള്ള എല്ലാ ഇന്റീജേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ S-ലുള്ള സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? P of n ട്രൂ ആയിരിക്കും. അപ്പൊ P of n ട്രൂ ഫോർ എവറി ഇന്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. P of n0 ട്രൂ ആണ്, P of k ട്രൂ ആണ്, P of k+1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ P of n ട്രൂ ആയിരിക്കും ഫോർ എവറി ഇന്റീജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനാണ് രണ്ടാമത്തെ തിയറം ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിൻ സ്റ്റെപ്പുകൾ. ആദ്യത്തെ സ്റ്റെപ്പ് വെരിഫൈ ദാറ്റ് P of n0 is true. ആദ്യത്തെ കണ്ടീഷൻ n0 എന്ന് പറഞ്ഞാൽ n0 ഏത് സംഖ്യ വേണമെങ്കിലും ആവാം, P of n0 ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യുക, അസ്യൂം ചെയ്യുക. പിന്നെ അതാണ് ബേസ് സ്റ്റെപ്പ്. രണ്ടാമത്തെ ഇൻഡക്ഷൻ സ്റ്റെപ്പ്, അത് നമ്മൾ P of k ട്രൂ ആണെന്ന് എടുത്തിട്ട് അത് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ആണ്, അത് നമ്മൾ അസ്യൂം ചെയ്യാണ്, അസംഷൻ ആണ്. k P of k ട്രൂ ആണെന്ന് എടുത്തിട്ട് P of k+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യണേ. P of n0 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ n0 മുകളിലുള്ള എല്ലാ നമ്പേഴ്സിനും P of n ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എക്സാമ്പിള് prove that 1 plus 2 plus etc n equal to n into n+1/2. അതായത് സം ഓഫ് ഇന്റീജേഴ്സ് 1 തുടങ്ങി n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n into n+1/2 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അത് നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ 1 തുടങ്ങിയാണ്, ഇവിടെ n0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 1 ട്രൂ ആണോ നോക്കാം. ഹിയർ n0 equal to 1.
അപ്പൊ 1-ന് ഇത് നോക്കുമ്പോ 1 ഇൻറ്റു RHS നോക്കുമ്പോ ഇവിടെ സമ്മേഷൻ 1 തുടങ്ങി 1 വരെ ഉള്ളൂ. അപ്പൊ LHS 1 ആണ്. RHS 1 കിട്ടുമോ നോക്കാം. 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2, അതായത് 1 ഇൻറ്റു 2 ബൈ 2, 2 ബൈ 2 1. അപ്പൊ 1 ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ LHS ഈക്വൽ ടു RHS, അതുകൊണ്ട് 1 ട്രൂ ആണ്. ഇനി നമുക്ക് Kക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചു. അതായത് സമ്മേഷൻ I തുടങ്ങി K വരെ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര K എന്ന് പറയുന്നതിന്റെ സമ്മ് K ഇൻറ്റു K പ്ലസ് 1 ബൈ 2 ആണ് നമ്മൾ അസ്യൂം ചെയ്തു വെച്ചു. ഇനി നമുക്ക് K പ്ലസ് 1ന്റെ സമ്മ് K പ്ലസ് 1 ഇൻറ്റു K പ്ലസ് 2 ബൈ 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ LHS ആദ്യം കാണുകയാണ്. അതായത് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു K പ്ലസ് 1 I എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര K പ്ലസ് 1. അത് നമ്മൾ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര K വരെയുള്ളതിനെ സമ്മേഷന് കൊടുത്ത് എഴുതി, K പ്ലസ് 1നെ വെറുതെ എഴുതി. അതായത് ഈ സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് K വരെയുള്ള സമ്മായിട്ട് എഴുതി പ്ലസ് K പ്ലസ് 1 വെറുതെ എഴുതി. സമ്മേഷൻ I ഈക്വൽ ടു 1 ടു K I പ്ലസ് K പ്ലസ് 1. ഇനി ഇത് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം എന്താന്ന് എഴുതി വെച്ചിട്ടുണ്ട്? K പ്ലസ് 1 ഇൻറ്റു K പ്ലസ് 2 ബൈ 2 ആന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോറി, K ഇൻറ്റു ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. K ഇൻറ്റു K പ്ലസ് 1 ബൈ 2 ആണ് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് K പ്ലസ് 1 ഇവിടെ എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. K ഇൻറ്റു K പ്ലസ് 1 പ്ലസ് 2K പ്ലസ് 1 ബൈ 2. K പ്ലസ് 1 കോമൺ ആയിട്ട് എടുത്തു. K പ്ലസ് 1 കോമൺ എടുക്കുമ്പോൾ K പ്ലസ് 2 ബൈ 2. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സമ്മേഷൻ I ഈക്വൽ ടു 1 ടു K പ്ലസ് 1 I ഈക്വൽ ടു K പ്ലസ് 1 ഇൻറ്റു K പ്ലസ് 2 ബൈ 2 എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 1-ന് പ്രൂവ് ചെയ്തു, പിന്നെ Kക്ക് അസ്യൂം ചെയ്തിട്ട് K പ്ലസ് 1-ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് എല്ലാ Nനും ട്രൂ ആണ്. അപ്പൊ ഇത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ട്രൂ ആണ്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ്. നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യും. ഇവിടെ n നോട്ട് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ചില കേസിൽ n നോട്ട് 1 തന്നെ ആവണം എന്നില്ല, വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ വീക്ക് ഫോം ആണ് കണ്ടത്, ഇനി സ്ട്രോങ് ഫോം ഉണ്ട്. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ക്ലാസ്സോടും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുന്ന തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തീർക്കണല്ലോ. നിങ്ങൾക്ക് 2 സെമ്മ് തീർക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ജൂണൊക്കെ ആവുമ്പോഴേക്കും 3rd സെമ്മ് തുടങ്ങണം. നിങ്ങൾ അഡ്മിഷനൊക്കെ കാര്യങ്ങൾ വൈകിട്ടല്ലേ വന്നത്, അപ്പൊ അതുകൊണ്ട് ആണ് ലേറ്റ് ആയത്. ശരിക്കും ഇപ്പൊ ഓഡ് സെമ്മിന്റെ ടൈം അല്ല, ഈവൻ സെമ്മിന്റെ ടൈമാണ്. അതായത് ഇപ്പോ സെക്കൻഡ് ഇയേഴ്സിന് 4th സെമ്മും ഫൈനൽ ഇയേഴ്സിന് 6th സെമ്മും ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും സെക്കൻഡ് സെമ്മാണ് നടക്കേണ്ടിയിരുന്നത്, പക്ഷെ അഡ്മിഷൻ കാര്യങ്ങൾ ലേറ്റ് ആയ കാരണം കൊണ്ടാണ്. അപ്പൊ അടുത്ത വർഷം തുടങ്ങി കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ജൂൺ തൊട്ട് തന്നെ 3rd സെമ്മ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സെക്കൻഡ് ഇയേഴ്സിന് 5th സെമ്മോ, അപ്പൊ ഓഡ് സെമ്മ് നടക്കും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് മെയ്ക്കുള്ളിൽ ഒരു സെക്കൻഡ് സെം പകുതി ആക്കണം, എന്നാലാണ് നിങ്ങൾക്ക് വെക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടേ. ഫുൾ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും റെസ്റ്റ് വേണ്ടേ. അപ്പൊ നമ്മളൊരു പകുതിയൊക്കെ ആക്കി വെച്ചാൽ മതി എന്നാണ് മിസ് പറഞ്ഞത്. അപ്പൊ പിന്നെ ജൂണിൽ ബാക്കി എടുത്ത് തീർത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാം ഒന്നും വരില്ല. അത് കഴിഞ്ഞിട്ട് 3rd സെം എടുത്താൽ മതി. നമ്മൾ എന്തെങ്കിലും ആക്കി വെച്ചാലേ നമുക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരുവിധം ഫാസ്റ്റില് തന്നെയാണ് പോണത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിലും പെട്ടെന്ന് എടുത്ത് തീർത്തു. പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറെ തവണയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോണത്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് തീർക്കാൻ വേണ്ടി ഫാസ്റ്റിൽ പോയിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാവും കൂടെ വേണ്ടേ. അപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പൊ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരുമായിരിക്കും. മൊത്തം ഈ മൊഡ്യൂൾ ഇച്ചിരി വലുതാണ്, 10 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പഠിച്ചു പോകണം. നമ്മള് ഞാൻ 2 ചാപ്റ്റർ കഴിയുമ്പോ എക്സാം എടുക്കാം. കാരണം ഒറ്റ മൊഡ്യൂളായിട്ട് എക്സാം എടുക്കും 10 ചാപ്റ്റർ നിങ്ങൾ ഒന്നിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ 2 ചാപ്റ്റർ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ എക്സാം എടുക്കാം. അപ്പൊ 2 ചാപ്റ്റർ തീരുമ്പോ എക്സാം എടുക്കാം. പിന്നെ 4-ാം തീയതി ആണല്ലോ ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം പറഞ്ഞിരിക്കണേ. അപ്പൊ ആദ്യത്തെ എക്സാം എടുത്ത പോലെ തന്നെ എല്ലാവരും സത്യസന്ധമായിട്ട് നന്നായിട്ട് പഠിച്ചു തന്നെ എഴുതുക. പിന്നെ നിങ്ങൾക്ക് അത് നോക്കാൻ അവസരം കിട്ടില്ല, പിന്നെ എക്സാമിന്റെ സമയത്തായിരിക്കും അത് നോക്കുക. ഓക്കെ, അതിന്റെ കുറച്ച് വർക്ക് തരാനുണ്ട്. 4-ാമത്തെ ചാപ്റ്ററും 5-ാമത്തെ ചാപ്റ്ററും അതിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഞാനൊന്നും തന്നിട്ടില്ല. അപ്പൊ അതും തരാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.